നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പനി, ശ്വാസതടസ്സം തുടങ്ങിയ അസുഖങ്ങൾക്കായി ചികിത്സ തുടരുന്ന കുട്ടികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 8 കുട്ടികൾക്കാണ് വയറിളക്കം, ഛർദിൽ എന്നിവ അനുഭവപ്പെട്ടത്. ആശുപത്രി അധികൃതരിൽ നിന്ന് നേരിട്ട അനാസ്ഥയെപ്പറ്റി മാതാപിതാക്കൾ ആരോപണവുമായി രംഗത്തെത്തി. ഒരുപാട് ഛർദിച്ചപ്പോഴത്തേക്കും ഡ്യൂട്ടി നേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഡോക്ടറെ വിളിച്ചാലൊന്നും കിട്ടത്തില്ല, മരുന്നൊന്നും തരാൻ പറ്റത്തില്ല, രാവിലത്തെ ഇഞ്ചക്ഷൻ്റെ കൂടെ എന്തായാലും മരുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേഴ്സ് വന്ന് നോക്കിയോ ഒന്ന് കുഞ്ഞിനെ വന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ കഥ കടച്ചിട്ട് അവരങ്ങ് കിടന്നു. കുട്ടികൾ നേരിട്ട ആരോഗ്യ പ്രശ്നത്തിൽ ആശുപത്രിക്ക് പങ്കില്ലെന്ന് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി സൂപ്രണ്ട്. അവര് പല സോഴ്സിൽ നിന്നുള്ള ഫുഡാണ് കഴിച്ചത്. അവരാരും വയറിളക്ക രോഗം കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തവരോ ORS കുടിച്ചവരോ അല്ല. പക്ഷെ അവർക്ക് ഫുഡ് പോയ്സണിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരാരും തന്നെ ഈ ORS ലായനിയോ മറ്റോ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളമോ കഴിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളല്ല. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൃത്തിഹീനമായ സ്ഥിതിയിലാണെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. ORS കലക്കി നൽകാൻ ഉപയോഗിക്കുന്ന കുപ്പിയുടെ ദൃശ്യങ്ങൾ മാതാപിതാക്കളുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നു. ഓക്സിജൻ കുട്ടികൾക്ക് നെബുലൈസേഷൻ കൊടുക്കുമ്പോൾ ഓക്സിജൻ കൊടുക്കുന്ന ട്യൂബ് അവർ എല്ലാ കുട്ടികൾക്കും ഒരൊറ്റ ട്യൂബാണ് കൊടുക്കുന്നത്. അത് ഓരോ കുട്ടികൾക്ക് കഴിയുമ്പോഴും അവർ തുടയ്ക്കുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞ് ഛർദ്ദിച്ചു കഴിഞ്ഞ് ORS ലൈൻ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടപ്പിലും അതിൻ്റെ അകത്തും പായൽ പിടിച്ചിരുന്ന അവസ്ഥയാണ്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ ഇടയായ കാരണം വ്യക്തമായിട്ടില്ല. ചികിത്സാ പിഴവ് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. DMO സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ കടകളിലെ ആഹാര സാമ്പിളുകൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകി. ആശുപത്രി അധികൃതരുടെ വീഴ്ച തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകാനാണ് സാധ്യത. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.